പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം സൗഹൃദമാണ്. എന്താണ് സൗഹൃദം? ആരാണ് നല്ല കൂട്ടുകാർ? നമുക്കൊക്കെ അറിയാം, നമുക്കുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് കൂട്ടുകാരുമുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. നല്ല സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ സത്യസന്ധമായി പെരുമാറുന്നവരാണ് നമ്മുടെ നല്ല കൂട്ടുകാർ. നമ്മുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മളെ ചേർത്ത് നിർത്തുന്നവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ എന്ന് പറയുന്നത്. നമുക്കറിയാം, സൗഹൃദങ്ങൾ പല രീതിയിലുണ്ട്. നല്ല സൗഹൃദങ്ങളും ചീത്ത സൗഹൃദങ്ങളുമുണ്ട്. നല്ല സൗഹൃദങ്ങൾ നമ്മളെ നല്ല രീതിയിലേക്കും ചീത്ത സൗഹൃദങ്ങളും വഴിവിട്ട രീതിയിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരിക്കലും ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് നമുക്കറിയാം, നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതാണ്. നല്ല കൂട്ടുകാർ നമുക്ക് നല്ല സുഗന്ധങ്ങളും നല്ല ഉന്മേഷങ്ങളും നൽകുന്നവരാണ്. അതേസമയം ചീത്ത കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ദുർഗന്ധം വമിക്കുന്നതാണ് എന്നാണ്. ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടാകുമ്പോഴാണ് നമ്മൾ മറ്റുള്ള ആഭാസങ്ങളിലേക്കും മറ്റുമൊക്കെ വീണു പോകുന്നത്. അതുപോലെ തന്നെ ഖുർആനിലെ ഒരായത്തിൽ നമുക്ക് കാണാം, അഹില്ലാഹു യൗമ ഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവൻ ഇലൽ മുത്തഖീൻ. അവിശ്വാസികളുമായി വിശ്വാസികൾ കൂട്ടുകൂടരുത് എന്നുള്ളത് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിശ്വാസികളുമായി നമ്മൾ ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. അതുപോലെ തന്നെ കൂട്ടുകാരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. നമുക്കിന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫ്രണ്ട്സുകൾ സർക്കിളുകളുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകളാണ് നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷങ്ങളിലും മാത്രമല്ല സങ്കടങ്ങളിലും പങ്കുചേരുന്ന ആൾക്കാരാണ് യഥാർത്ഥ കൂട്ടുകാർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഈ സൗഹൃദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ലഹരി പോലെയുള്ള ഈ മാരകമായ അഡിക്ഷനിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ യൂത്തിനെ തള്ളിവിടുന്നത് ഈ ഒരു കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടിൽ കൂടിയാണ് നമ്മളുടെ കുട്ടികൾ വഴിതെറ്റുന്നതും അതുപോലെ തന്നെ നന്നാവുന്നതും. അപ്പോൾ നല്ല കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണമൊക്കെ നല്ല രീതിയിൽ ജീവിക്കും. അതേസമയം ചീത്ത കൂട്ടുകെട്ടിലാണ് പെട്ടുപോകുന്നതെങ്കിൽ അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. അതുപോലെ തന്നെ സൗഹൃദം എന്ന് പറയുന്നത് നമുക്കൊരുപാട് റിലാക്സേഷൻ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ എന്ത് വിഷമങ്ങളും നമ്മളുടെ എന്ത് ബുദ്ധിമുട്ടുകളും നമുക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ നല്ല ഫ്രണ്ട്സിനോടായിരിക്കും. അവർക്കായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നല്ല ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അപ്പം നല്ല കൂട്ടുകാരുണ്ടാവാൻ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നല്ല ചങ്ങാതി എന്ന് പറയുന്നത് നല്ല അന്നം പോലെയാണെന്ന്. ശരിക്കും നമ്മുടെ ഭക്ഷണം നമുക്ക് എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെയാണ് നല്ല ചങ്ങാതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.